യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായി. 17-ാം തിരുവചനം, എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണം. ഈ വചനം പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കൃപ, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, നമ്മളോടുള്ള സ്നേഹം. എന്നാൽ സത്യം എന്ന് പറയുന്നത് ബൈബിളിൽ മലയാളത്തിൽ സത്യമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഗ്രീക്ക് പദം അത് ഏമത്ത് എന്ന ഒരു വാക്കാണ്. ഏമത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വിശ്വസ്തത എന്നാണ്. അപ്പം കൃപയും വിശ്വസ്തതയും യേശു ക്രിസ്തു വഴി ഉണ്ടായി എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലെ വ്യാഖ്യാനം. കൃപയും വിശ്വസ്തതയും എന്ന് വെച്ചാൽ ദൈവം, പൂർണ്ണ ദൈവമായ യേശു ക്രിസ്തു വഴിയാണ് കൃപയുണ്ടാകുന്നത്. എന്നാൽ പൂർണ്ണ മനുഷ്യനായ യേശു ക്രിസ്തു വഴിയാണ് വിശ്വസ്തത. എന്താണ് വിശ്വസ്തത? അപ്പായോടുള്ള ഈ അനുസരണം, വിധേയത്വം. എൻ്റെ അപ്പ ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതി പിശാചിന്റെ മുൻപിൽ പരാജയപ്പെടരുത്.